ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വന്ന് 12 വർഷം പൂർത്തിയായി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി എന്നിവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. ഏറ്റവും ഉയർന്ന വിജയശതമാനം ഇടുക്കി ജില്ലയിൽ. അഴിമതി തുടച്ചു നീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതിയുമായി വിജിലൻസ്. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരുമയുടെ പുണ്യസംഗമത്തിന് സാക്ഷിയായി അറഫ. ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയത് 1.25 ലക്ഷം തീർത്ഥാടകർ. സംസ്ഥാനത്ത് മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും നയതന്ത്ര ശ്രമങ്ങൾക്കുമുള്ള പിന്തുണ ആവർത്തിച്ച് ക്വാഡ് രാജ്യങ്ങൾ. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കപ്പെടണമെന്ന് ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെയും ചെങ്കടലിലൂടെയും ആഗോള വാണിജ്യ കപ്പലുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയണമെന്നും വിദേശകാര്യമന്ത്രിമാർ വ്യക്തമാക്കി. ഇൻഡോ പസഫിക് മേഖലയിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉറപ്പാക്കുന്നതിന് നൂതനാശയങ്ങളുടെയും പുത്തൻ സാങ്കേതിക വിദ്യകളുടെയും സാധ്യതകൾ ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 മെയ് 26-നാണ് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ VD സതീശൻ പറഞ്ഞു. PM ശ്രീ പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കാര്യത്തിലുള്ള ചില പ്രശ്നങ്ങൾ അത് പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. നാഷണൽ ഹൈവേയിൽ 25% തുക ലാൻഡ് അക്വിസിഷന് വേണ്ടി 5580 കോടി രൂപ കേരളമാണ് നൽകിയത്. അത് NHAIക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ കടമെടുപ്പിന്റെ പരിധിയിൽ നിന്നും ആ തുക ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വൈറ്റ് പേപ്പർ ഇറക്കിയതിന് ശേഷം അതിന്റെ വിശദാംശങ്ങൾ കൂടി ഗവൺമെന്റിനെ ധരിപ്പിക്കും. അപ്പോൾ പരമാവധി സംസ്ഥാനത്തിന് അവകാശപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കും. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. 86.89% വിജയം നേടി പെൺകുട്ടികൾ ബഹുദൂരം മുന്നിലാണ്. പരീക്ഷയിൽ മുഴുവൻ മാർക്ക് ലഭിച്ച 60 വിദ്യാർത്ഥികളിൽ 50 പേരും പെൺകുട്ടികളാണ്. 30,561 പേർ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. 84.64% ഇടുക്കി ജില്ല ഏറ്റവും ഉയർന്ന വിജയശതമാനം രേഖപ്പെടുത്തി. 76 സ്കൂളുകൾ 100% വിജയം കൈവരിച്ചു. പരീക്ഷ അടുത്ത മാസം 29 മുതൽ ജൂലൈ 3 വരെ നടക്കുമെന്ന് പരീക്ഷാഫലം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ പറഞ്ഞു. സ്പെഷ്യൽ സ്കൂളിൽ 85.67%, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49% വിജയം. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ശുചീകരണ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ്. മന്ത്രി K. മുരളീധരന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി ശനിയാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കും. അഴിമതി തുടച്ചു നീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പദ്ധതിയുടെ കീഴിൽ അഴിമതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് വിജിലൻസിനെ നേരിട്ടറിയിക്കാം. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5000 രൂപയുടെ സമ്മാനവും മന്ത്രി പ്രഖ്യാപിച്ചു. സൈബർ കുറ്റകൃത്യങ്ങളും പദ്ധതിയുടെ പരിധിയിൽ വരുമെന്ന് മന്ത്രി വ്യക്തമാക്കി.
ഒരു പുതിയ പ്രോജക്റ്റ് ഞങ്ങൾ ആരംഭിക്കുകയാണ്. കേരളത്തിലെ അഴിമതി നിരോധനം പൂർണ്ണമായും നടപ്പാക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ് പ്രോജക്റ്റ് സീറോ. കേരളത്തെ പരിപൂർണമായും അഴിമതി വിമുക്തമാക്കുക. അഴിമതി കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതല്ല, ഘട്ടം ഘട്ടമായ പ്രവർത്തനങ്ങളിലൂടെ പൂർണ്ണമായും അഴിമതിയില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പ്രോജക്റ്റ് സീറോ എന്ന പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാനത്തെ പാലങ്ങളുടെയും ജംഗ്ഷനുകളുടെയും സൌന്ദര്യവൽക്കരണത്തിനായി പുതിയ സ്പോൺസർഷിപ്പ് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.കെ. ബഷീർ. സ്പോൺസർ ചെയ്യുന്നവർക്ക് പരസ്യം നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി മാർഗരേഖ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത് ഉന്നത ഉദ്യോഗസ്ഥർ, ചീഫ് എഞ്ചിനീയർമാർ, സ്ഥാപന മേധാവിമാർ എന്നിവരുമായി ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിൽ വ്യാഴാഴ്ച സ്പ്രിംഗ് ടേം പാസിംഗ് ഔട്ട് പരേഡ് നടക്കും. ചടങ്ങിൽ ദക്ഷിണ നാവിക കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. സീഷെൽസ്, ടാൻസാനിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കും. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്തു. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനായി തീർത്ഥാടകർ ഒത്തുകൂടി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1.25 ലക്ഷം പേരാണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടനം നടത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGov ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62ാമത് ചരമവാർഷിക ദിനം നാളെ. നിയമസഭാ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിമയിൽ നാളെ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. സംസ്ഥാനത്ത് കാലവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയായി ജൂൺ 1-ന് എത്തുന്ന കാലവർഷം ഇത്തവണ മെയ് 26-ന് ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. കൊല്ലത്ത് ആഴക്കടൽ എണ്ണ പര്യവേഷണം പുരോഗമിക്കുന്നു. പര്യവേഷണത്തിനായി കിണർ കുഴിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. കൊല്ലത്തിനും കരുനാഗപ്പള്ളിക്കും ഇടയിൽ ഉൾക്കടലിലാണ് എണ്ണ പര്യവേഷണം. പര്യവേഷണത്തിനുള്ള കിണർ അഥവാ എക്സ്പ്ലോറേറ്ററി വെല്ലിന്റെ ഡ്രില്ലിംഗ് ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 3.5 കിലോമീറ്റർ ആഴത്തിൽ ഡ്രില്ലിംഗ് പൂർത്തിയായി. 6 കിലോമീറ്റർ താഴ്ചയാണ് ലക്ഷ്യം. പാറയായതിനാൽ ഡ്രില്ലിംഗ് സാവധാനമാണ് പുരോഗമിക്കുന്നത്. 3800 മീറ്റർ താഴ്ചയിൽ നിന്നുള്ള സാമ്പിൾ പരിശോധനയിൽ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും സ്വഭാവവും അളവും സംബന്ധിച്ച സൂചനകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഓയിൽ ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് പര്യവേഷണം. കൊച്ചി തുറമുഖത്ത് നിന്നാണ് പര്യവേഷണത്തിനായി ജീവനക്കാരെയും സഹായ സാമഗ്രികളും എത്തിക്കുന്നത്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധരംശാലയിൽ തുടക്കമാകും. 1ാം ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30-നാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വന്ന് 12 വർഷം പൂർത്തിയായി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി എന്നിവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. ഏറ്റവും ഉയർന്ന വിജയശതമാനം ഇടുക്കി ജില്ലയിൽ. അഴിമതി തുടച്ചു നീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതിയുമായി വിജിലൻസ്. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരുമയുടെ പുണ്യസംഗമത്തിന് സാക്ഷിയായി അറഫ. ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയത് 1.25 ലക്ഷം തീർത്ഥാടകർ. സംസ്ഥാനത്ത് മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.